भूतेर्महद्भिर्य इमा पुरो विभुं निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഇന്ന് ഭീഷ്മാഷ്ടമി. മാഘമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി ആണ് ഭീഷ്മാഷ്ടമിയായി നാം സ്മരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, കുരുക്ഷേത്രത്തിലെ ശരശയ്യയിൽ മരണം കൈവരിക്കാൻ ഉത്തരായന പുണ്യകാലം കാത്തുകിടക്കുന്ന സ്വച്ഛന്ത മൃത്യു എന്ന വിശേഷമായിട്ടുള്ള സിദ്ധി കൈമുതലായിട്ടുള്ള ഭക്തോത്തമനായ ഭീഷ്മപിതാമഹൻ വീരന്മാർക്കായി പറഞ്ഞു വച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് സ്വമനസ്സാലെ പറഞ്ഞു അല്ലേ, അവനവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മരണം എന്ന് സാധിക്കുന്ന ആ പുണ്യ ദിനം കൂടിയാണ് ഇന്ന്. മഹാഭാരതം കഥയിൽ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ഭീഷ്മപിതാമഹൻ്റെ അല്ലെങ്കിൽ ദേവവ്രതൻ്റെ. കുരുവംശത്തിലെ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും പുത്രനാണ് ഈ ഭീഷ്മപിതാമഹൻ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ സ്വന്തം അച്ഛനു വേണ്ടി മരണം വരെ ബ്രഹ്മചര്യമനുഷ്ഠിക്കുക എന്ന ഭീഷ്മശപഥം എടുത്തിട്ടുള്ള അദ്ദേഹം നിസ്വാർത്ഥതയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായിട്ട് കാണപ്പെടുന്നു. ഇവിടെ വസിഷ്ഠ മഹർഷിയുടെ നന്ദിനി എന്ന പശുവിനെ അഷ്ടവസുക്കൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇതേ തുടർന്ന് അവർ മനുഷ്യരായി പിറക്കട്ടെ എന്ന് മഹർഷി ശപിക്കുകയും ചെയ്യുന്നു. എന്നാൽ മോഷണത്തിന് നേതൃത്വം കൊടുത്ത പ്രഭാസൻ എന്ന വസു ഒഴിച്ച് മറ്റെല്ലാവരും ജനിച്ച ഉടനെ മരിച്ചുവെന്നും എന്നാൽ ആ പ്രഭാസൻ മാത്രം ഭൂമിയിൽ ദീർഘകാലം ജീവിക്കട്ടെ എന്ന് മഹർഷി ശപിച്ചു. അങ്ങനെയാണ് പ്രഭാസൻ എന്ന ആ അഷ്ടവസുക്കളിൽ ഒരാളായിട്ടുള്ള ആ ചൈതന്യം ഇവിടെ ഭീഷ്മരായി ഇവിടെ ജനിക്കുന്നത്. ശന്തനു ഗംഗാദേവിയുടെ തീരത്ത് നിൽക്കുന്ന സുന്ദരിയായ യുവതിയെ കണ്ട് പ്രണയമഭ്യർത്ഥിക്കുകയും ആ യുവതി മനുഷ്യരൂപം പൂണ്ട ഗംഗാദേവിയാണെന്ന് തിരിച്ചറിയുന്നു. ഒരിക്കലും തൻ്റെ പ്രവർത്തികളെക്കുറിച്ച് തിരിച്ചൊരു ചോദ്യം ചോദിക്കരുത് എന്ന് ഉറപ്പ് നൽകിയാൽ അങ്ങയെ വിവാഹം കഴിക്കാമെന്ന് ഗംഗാദേവി അറിയിക്കുന്നു. ഗംഗാദേവി വിവാഹം കഴിക്കുന്നു. ഒരു കുഞ്ഞു പിറന്നു.
പിറന്നയുടൻ തന്നെ ഗംഗാദേവി അതിനെ നദിയിൽ മുക്കിക്കളയണു. മഹാഭാരതം വായിച്ചിട്ടുള്ള ആളുകൾക്ക് നമുക്കറിയാം. അപ്പം ഇങ്ങനെ വസുക്കൾക്ക് ശാപമോക്ഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഗംഗാദേവി ഇങ്ങനെ ചെയ്തതത്രേ. അങ്ങനെ ഓരോ കുട്ടി പിറക്കുമ്പോഴും ഗംഗ അവരെ മുഴുവൻ നദിയിൽ മുക്കിക്കൊല്ലുന്നു. 7 കുഞ്ഞുങ്ങളെ കൊന്നു. ശന്തനുവിന് സഹിക്കാവുന്നതിലപ്പുറമായി. 8ാമത്തെ പുത്രന് ജന്മം കൊടുത്തപ്പോൾ ആ ഉണ്ണിയെയും ഗംഗയിൽ മുക്കിക്കൊല്ലാൻ പുറപ്പെട്ടു. ഗംഗാദേവിയെ തടയണു. എന്താണ് നീ ഇങ്ങനെ ചെയ്യണത് എന്ന് ചോദിച്ചപ്പോൾ മഹാരാജാവിനോട് പറഞ്ഞു, അങ്ങ് ശപഥം തെറ്റിച്ചു, അതുകൊണ്ട് ഈ ഉണ്ണിയെ അതിൻ്റെ യൗവനത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ അങ്ങക്ക് തിരിച്ചു തരാമെന്ന് രാജാവിന് ഉറപ്പ് കൊടുത്ത് ഗംഗാദേവി അവിടുന്ന് അന്തർധാനം ചെയ്തു. ഗംഗാദേവി യുവാവായ ആ ദേവവ്രതനെ തിരിച്ചേൽപ്പിച്ചു. അദ്ദേഹത്തെ യുവരാജാവാക്കി. ശന്തനു ആ സുന്ദരിയായ മത്സ്യകന്യക സത്യവതിയിൽ മോഹിതയായി. ശന്തനു സത്യവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. സത്യവതിയുടെ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകളിലുണ്ടാവുന്ന മക്കളെ രാജാവാക്കുകയാണെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം തൻ്റെ അനന്തരാവകാശിയായി മകൻ ദേവവ്രതനെ തീരുമാനിച്ച ശന്തനുവിന് ഇനി ഇത് സാധിക്കുമായിരുന്നില്ല. ഏതായാലും അവിടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ശന്തനു വലിയ ദുഃഖത്തിലിരിക്കണു. ദേവവ്രതൻ അന്വേഷിക്കണു. അച്ഛൻ്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് പറഞ്ഞു. ആ സത്യവ്രതയുടെ അച്ഛനെ കണ്ട് താൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല, പിന്തുടർച്ചാവകാശം ഞാൻ ത്യജിക്കുകയാണ് എന്ന് പറഞ്ഞു. പിതാവിന് സത്യവതിയിൽ പിറക്കുന്ന പുത്രന്മാരായിരിക്കും രാജ്യത്തിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞു. ഏതായാലും നിത്യബ്രഹ്മചാരിയായി ഇരിക്കും. അതുകൊണ്ട് തൻ്റെ മക്കൾ നിന്ന് പോലും ഇത്തരത്തിൽ ശപഥത്തിന് ഒരു മാറ്റമുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഭീഷ്മ ശപഥം. അങ്ങനെ ശന്തനു സ്വച്ഛന്ത മൃത്യു എന്ന വരം ഭീഷ്മർക്ക് നൽകി എന്നാണ് പറയുക. ഇവിടെ ശന്തനുവിന് സത്യവതിയിലുണ്ടായ മക്കളാണ് ചിത്രാംഗതൻ, വിചിത്രവീര്യൻ എന്നിവര്. ചിത്രാംഗതൻ അതേ പേരുള്ള ഒരു ഗന്ധർവനാൽ കൊല്ലപ്പെട്ടപ്പോൾ വിചിത്രവീര്യൻ ആ വിവാഹപ്രായമെത്തിയപ്പോൾ കാശി രാജ്യത്തെ അംബ, അംബിക, അംബാലിക എന്നീ രാജകുമാരിമാരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ഭീഷ്മരാണ് ബലമായി അവരെ പിടിച്ചുകൊണ്ടുവന്നത്. എന്നാൽ അംബ പറഞ്ഞു, ഞാൻ മറ്റൊരു രാജാവുമായി പ്രണയത്തിലാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് അംബയെ പറഞ്ഞയച്ചു. അംബികയെയും അംബാലികയും വിവാഹം ചെയ്തു. എന്നാൽ തൻ്റെ കാമുകനാൽ നിരസിക്കപ്പെട്ട അംബ ഭീഷ്മരോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ഭീഷ്മർ പറഞ്ഞു പറ്റില്ല. ആ അംബയാണ് പിന്നീട് ശിഖണ്ഡിയായി മാറിയത് എന്ന് മഹാഭാരതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിചിത്രവീര്യൻ അതീവമായ കാമം കൊണ്ട് ക്ഷയരോഗം ബാധിച്ച് കൊല്ലപ്പെടുന്നു. വിചിത്രവീര്യനും മക്കളില്ല. കുരുവംശം തലമുറയറ്റു പോകും എന്ന് വന്നപ്പോഴാണ് സത്യവതി ഭീഷ്മരോട് അംബികയും അംബാലികയും വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവിടെയും ഭീഷ്മര് തൻ്റെ ശപഥത്തിൽ നിന്ന് പിന്മാറിയില്ല. പിന്നീടാണ് സത്യവതിക്ക് പരാശരനിൽ ജനിച്ച വേദവ്യാസൻ, ആ വേദവ്യാസ മഹർഷി അംബിക, അംബാലിക എന്നിവരിലും ദാസീപുത്രിയിലും പുത്രോത്പാദനം ചെയ്യണു. ധൃതരാഷ്ട്രര്, പാണ്ഡു, വിതുരൻ എന്നിവർ അവിടെ ജനിക്കുകയും ചെയ്യണു. ഭീഷ്മര് കൗരവപക്ഷത്ത് നിലനിന്നു. കൗരവരുടെ സർവ്വസൈന്യാധിപനായി. പാണ്ഡവരെ വധിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ചിന്തിക്കുന്നതിൽ അപ്പുറത്തായിരുന്നു. ഇങ്ങനെ ഭീഷ്മർ ആ ശ്രീകൃഷ്ണൻ്റെ ഉത്തമനായ ഭക്തനായിരുന്നു. ഇവിടെ പറയുന്നു, മഹാഭാരതത്തിലെ അനുശാസനാപർവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഭീഷ്മ പിതാമഹൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ. ഇവിടെ പറയുന്നു, രാത്രി വിശ്രമിക്കുന്ന പിതാമഹൻ്റെ അടുത്തേക്ക് പാണ്ഡവരെ പറഞ്ഞയക്കുകയും പാണ്ഡവർക്ക് ആ വിജയിക്കാനുള്ള വഴി അവിടെ പറഞ്ഞു കൊടുത്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, പാണ്ഡവന്മാരോട് തൻ്റെ ജന്മ രഹസ്യം ഭീഷ്മർ പറയുന്നു. ശിഖണ്ഡിയായി പുനരാവതാരം ചെയ്ത അംബ ഭീഷ്മരെ വധിക്കാൻ അവസരം കാത്തിരിക്കുന്നു. നപുംസകങ്ങളോട് ഭീഷ്മർ യുദ്ധം ചെയ്യാതെ അമ്പും വില്ലും താഴെ വെച്ച സമയത്ത് അർജുനൻ ഭീഷ്മരെ അമ്പെയ്ത് വീഴ്ത്തുന്നു. അങ്ങനെ
ഭീഷ്മര് ശരശയ്യയിൽ കിടക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ശരശയ്യയിലാണ് സ്വച്ഛന്ത മൃത്യു എന്ന ആ വരം നേടിയിട്ടുള്ള ഭീഷ്മര് മരിക്കണില്ല, ഉത്തരായനം കാത്തുകിടക്കണു. ഇവിടെ ഭീഷ്മരുടെ മൃത്യുവിൻ്റെ വിവരങ്ങൾ അനുശാസനാപർവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീകൃഷ്ണനും പാണ്ഡവരും ഭീഷ്മരെ സന്ദർശിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഭീഷ്മ പിതാമഹൻ ധർമ്മപുത്രർക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ ഭീഷ്മ പിതാമഹൻ തൻ്റെ മുമ്പിലെത്തിയ ആ ശ്രീകൃഷ്ണ ചൈതന്യത്തെ, ലോകഗുരുവായിരിക്കുന്ന ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം അവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ധർമ്മപുത്രർക്ക് തത്വവിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭീഷ്മര് വിഷ്ണു സഹസ്രനാമം എന്ന മഹത്തായ ആ സ്തോത്രത്തെ ലോകത്തിന് സമർപ്പിച്ചത്. ആ ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ ആ ശരീരം ഉപേക്ഷിച്ചത് മാഘമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമിയിലാണ് എന്ന് സജ്ജനങ്ങൾ പറയുന്നു. ആ പുണ്യദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ ഭീഷ്മസ്തുതി ചൊല്ലിയതിനു ശേഷമാണ് നമ്മൾ ശ്രീമദ് ഭാഗവതം അറിയാൻ എന്ന അക്ഷരോപാസനയിലേക്ക് കടക്കുന്നത്. ശ്രീഭീഷ്മ ഉവാച ഇതി മതിരുപകൽപ്പിതാ വിതൃഷ്ണാ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിദ്വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവ പ്രവാഹ ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേനവദ്യ യുധിതുരഗരജോ വിധൂമ്രവിശ്വക്കജലുളിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈർവിഭിദ്യമാനത്വജിവിലസൽ കവചേസ്തു കൃഷ്ണ ആത്മാ സപദി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷ്ണ ഹൃദവതി പാർത്ഥസഖേ രതിർമമാസ്തു വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദ്വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരദാത്മവിദ്യയായശ്ചരണരതി പരമസ്യ തസ്യ മേസ്തു സ്വനിഗമമപഹായമൽപ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥ ധൃതരഥചരണാഭ്യയാച്ചലൽ ഗുർഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയ ശിതവിശിഖഹതോ വിശീർണദംശക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ വിജയരഥകുടുംബ ആത്തതോത്രേ ധൃതഹയരശ്മിനി തശ്രിയേ ക്ഷണീയേ ഭഗവതിരതിരസ്തു മേ മുമുർഷോര്യമിഹ നിരീക്ഷ്യ ഹതാഗതാ സ്വരൂപം ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയനിരീക്ഷണകൽപ്പിതോരുമാനാ കൃതമനുകൃതവത്യ ഉന്മദാന്ധാ പ്രകൃതിമഗൻ കില യസ്യ ഗോപവധ്വാ മുനിഗണനൃപവര്യസങ്കുലേന്ദഃ സദസി യുധിഷ്ഠിരരാജസൂയ ഏഷാം അർഹണമുപപേദയീക്ഷണീയോ മമ ദൃശി ഗോചര
ഏഷ ആവിരാത്മാ തമിമമഹമജം ശരീരഭാജാം ഹൃദി ഹൃദി ധിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകധാർക്കമേകം സമധിഗതോസ്മി വിധൂത ഭേദമോഹ ക്ഷിതിഭരമവരോപിതും കുരൂണാം ശ്വസന ഇവാസൃജദക്ഷവംശവഹ്നിം തമിമമഹമനുവ്രതാർത്തിഹാഘ്രിം ഹൃദി പരിരഭ്യ ജിഹാമി മർത്യനീടം. ഈ അവസാനത്തെ ശ്ലോകം ഞാനിതാ ഹൃദയത്തിൽ ഭഗവാനെ ഉറപ്പിച്ചും കൊണ്ട് മർത്യശരീരമാകുന്ന കൂടിനെ വിട്ടുപോകുന്നു, മർത്യനീടം ജിഹാമി എന്ന് പറയുന്ന ആ ശ്ലോകം ചില പാഠങ്ങളിൽ കാണുന്നില്ല. ഇവിടെ അത് ചൊല്ലി ഗുരുവായൂർ ദേവസ്വം പുറത്തിറക്കിയിട്ടുള്ള ശ്രീമദ് ഭാഗവതം ഭാവാർത്ഥ കൗമുദി ഭാഷാ വ്യാഖ്യാനത്തിൽ സാഹിത്യകേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായരാണ് ഇത് പറഞ്ഞു വച്ചിട്ടുള്ളത്. പിന്നീട് സൂതം പറയുന്നു, കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ് ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരമൽ എന്ന് പറയുന്നു. അവിടെ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ ഇന്ന് അഖില ഭാരത നാരായണീയ പ്രചാര സഭയുടെ യദുകുലം ശ്രീനന്ദനം എന്ന ഗ്രൂപ്പിലാണ് ഈയൊരു ഓർമ്മപ്പെടുത്തലുണ്ടായത്. ഇന്ന് ഭീഷ്മാഷ്ടമിയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇന്ന് ഈ ഭാഗവതം അറിയാനലിയാൻ എന്ന ഭാഗവതോപാസനയിൽ ചേർക്കാൻ ഭഗവാൻ അനുവാദം തന്നത്. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 905 ദിവസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന 12ാമത്തെ സ്കന്ധത്തിൽ 2ാമത്തെ അധ്യായത്തിൽ 4ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. കലിയുഗത്തിലെ ദോഷങ്ങളെക്കുറിച്ച് ആണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും നമുക്ക് കേൾക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ ഭഗവാന്റെ കൽക്കി എന്ന അവതാര രംഗത്തെയും. ഇവിടെ 3 ശ്ലോകങ്ങളിലൂടെ കലിയുഗത്തിലെ ദോഷങ്ങളെക്കുറിച്ച് പറയുന്നു. തുടർന്ന് പറയുന്നു, ലിംഗമേവ ആശ്രമഖ്യാതാവന്യോന്യാപത്തി കാരണം അവൃത്യ ന്യായ ദൗർബല്യം പാണ്ഡിത്യേ ചാപലം വച. ആശ്രമഖ്യാതോ ആശ്രമങ്ങളുടെ ജ്ഞാനത്തിൽ ലിംഗം ഏവ ഹേതു അടയാളം മാത്രം കാരണമായിട്ട് തീരും. അന്യോന്യാപത്തി കാരണം ച ലിംഗം ഏവ അന്യോന്യം ബഹുമാന കാരണവും വേഷം ആയിട്ട് ബന്ധപ്പെടുത്തിയാണ്. അവൃത്തിയ ധനാധിദാനത്തിലുള്ള അസാമർഥ്യം കൊണ്ട് ന്യായ ദൗർബല്യം ന്യായത്തിന് ബലം കുറവും പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ വൈദൂഷ്യം എന്നുള്ളത് ചാപലം വച കാരണം ചപലവാക്ക് എന്തെങ്കിലും ഉറക്കെ പറയുന്ന ആളാണ് പണ്ഡിതൻ എന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ സന്യാസം തുടങ്ങിയ ആശ്രമങ്ങളെ തിരിച്ചറിയാൻ എന്താണ് വഴി? ഇവിടെ ദണ്ഡ് പിടിച്ചവൻ, അതേപോലെ തന്നെ കൃഷ്ണമൃഗചർമ്മം, ഇങ്ങനെ ഓരോന്നിനെ കാണിക്കുന്നതാണ്. ഇപ്പം സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യവസ്ത്രം ധരിച്ചവൻ, രുദ്രാക്ഷമാല ധരിച്ചവൻ എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാത് ആശ്രമത്തിന് ഉചിതമായിരിക്കുന്ന വേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ധർമാനുഷ്ഠാനങ്ങളെ ആരും കണക്കാക്കില്ല, ആർക്കും അത് മനസ്സിലാവുകയും ചെയ്യില്ല. അന്യോന്യം ബഹുമാനിക്കാനും ഒക്കെ കാരണം എന്താണ്? അത് ബാഹ്യമായിട്ടുള്ള അടയാളങ്ങൾ മാത്രമാവും. ഉള്ളറിയാൻ ആർക്കും സാധിക്കുകയില്ല. അത് പ്രത്യേകിച്ചും കലിയുഗത്തിൽ അത് സ്പഷ്ടമായിട്ട് കാണും. ജ്ഞാനാദി ഗുണങ്ങൾ, അയാൾ മോശം വസ്ത്രം ധരിച്ചിട്ടാണെങ്കിൽ അയാളെ ആരും അംഗീകരിക്കില്ല. പണം ചെലവാക്കാൻ ഒരാളുടെ കയ്യിലില്ല എന്ന് വന്നാൽ അയാൾ എത്ര ന്യായവും ധർമ്മവും പറയുന്നവനാണെങ്കിലും അദ്ദേഹത്തെ ഒരിക്കലും
അംഗീകരിക്കില്ല. അയാൾ ദുർബലനായിട്ട് തീരും, അയാൾക്ക് പരാജയം സംഭവിക്കും. ധനം ആണ് എല്ലാത്തിനും മൂലകാരണമായിട്ട് നിൽക്കുക. പിന്നെ പണ്ഡിതൻ എന്ന് ഒരാളെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അയാൾ വാതോരാതെ ഉറക്കെ സംസാരിക്കുന്നുവെങ്കിൽ അയാളുടെ ബഹുഭാഷണം ഈ പാണ്ഡിത്യത്തിനുള്ള അളവുകോലായി മാറും. വിദ്യാഭ്യാസമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജ്ഞാനമുണ്ടെങ്കിലോ ഒന്നും അയാളെ അംഗീകരിക്കില്ല. മറിച്ച് ഉറക്കെ സംസാരിക്കുന്നവനാണെങ്കിൽ, അതിനുള്ള കഴിവുണ്ടെങ്കിൽ അയാളെ പണ്ഡിതൻ എന്ന് ആളുകൾ വിളിക്കും. അനാഢ്യതൈവാ സാധുത്വേ സാധുത്വേ ദംഭയേവ തു സ്വീകാര ഏവ ചോദ്വാഹേ സ്നാനമേവ പ്രസാധനം. പിന്നെ പറഞ്ഞു അസാധുത്വേ, സാധുവല്ല എന്നുള്ളതിൽ അനാഢ്യത ഏവ ഹേതു. എന്താ കാരണം? ധനമില്ലായ്മയാണ് അതിന് കാരണം. സാധുത്വേ, ഉത്കർഷത്തിലോ ദംഭ ഏവ, ആഡംബരം തന്നെ ആണ് കാരണമായിട്ട് തരുന്നത്. ഉദ്വാഹേ സ്വീകാര ഏവ, വിവാഹത്തിൽ ആ സ്വീകാരം മാത്രം. സ്നാനം പ്രസാധനം ഏവ, കുളി എന്നുള്ളത് ആ മാലിന്യം ഇല്ലാതെയാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. ഇപ്പം ദാരിദ്ര്യമുണ്ടെന്ന് വന്നാൽ അയാൾ നീചനാണ് എന്ന് പറയും, അയാൾ അസാധുവാണ് എന്ന് പറയും. ബാഹ്യവേഷം, വസ്ത്രം, ആഭരണം, നെറ്റിയിലെ പൊട്ട്, അല്ലേ, കുറി, ഇങ്ങനെ ഇതൊക്കെ ആ വസ്ത്രാഭരണാദി മൂടിയോടെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ വളരെ ശ്രേഷ്ഠനാണെന്ന് നിശ്ചയിക്കും. പിന്നെ സ്വീകാര ഏവ ഉദ്വാഹേ, വിവാഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി കഴിഞ്ഞാൽ കേവലം ബാഹ്യമായ ആ ഇഷ്ടം മാത്രം, അതുകൊണ്ട് വിവാഹം നടക്കും. ശാസ്ത്രീയമായ വിധികളെയോ തങ്ങളുടെ കാരണവന്മാരുടെ വാക്കുകളെയോ ഒന്നും ആരും ശ്രദ്ധിക്കില്ല. എനിക്കിഷ്ടമാണ്, അവിടുന്ന് ഇങ്ങോട്ടും ഇഷ്ടമാണ്, നിങ്ങൾ വിവാഹം കഴിക്കുകയാണ്. ശരീരത്തിലെ ചളി കളയുക എന്നുള്ളത് മാത്രമായിരിക്കും സ്നാനത്തിൻ്റെ ലക്ഷ്യം. സത്യത്തിൽ എന്താ? തീർത്ഥസ്നാനം വേണം എന്നാണ്. സ്നാനം, ശൗചം, ശുദ്ധി എന്നുള്ളത് ആന്തരികമായ ശുദ്ധിയുമായി ബന്ധപ്പെട്ടായിരിക്കില്ല, മറിച്ച് ബാഹ്യമായ ശുദ്ധിക്ക് വേണ്ടി മാത്രമായി തീരും ഈ തരത്തിലുള്ള സ്നാനാദികൾ എന്ന് പറയുന്നു. ദൂരേ വാര്യയനം തീർത്ഥം ലാവണ്യം കേശധാരണം ഉദരം ഭരണം സ്വാർത്ഥ സത്യത്വേ ധാർഷ്ട്യമേവ ഹി. ദൂരേ വാര്യനം, അങ്ങ് അകലെയുള്ള ജലാശയം, തീർത്ഥം പുണ്യസ്നാനം, കേശധാരണം തലമുടി ധരിക്കുന്നത്, ലാവണ്യം അത് സൗന്ദര്യം, സ്വാർത്ഥ സ്വപ്രയോജനം, ഉദരം ഭരണം ഉദരത്തെ ഭരിക്കുന്നത്, സത്യത്വേ ധാർഷ്ട്യം ഏവ സത്യഭാവത്തിൽ വഞ്ചനാ സാമർഥ്യം, അതാണ് സത്യമെന്ന് വരും. ഇപ്പോൾ ദൂരസ്ഥലത്തുള്ള ജലാശയം തീർത്ഥമാണ് എന്ന് കരുതും. ഗംഗാ തീർത്ഥത്തെയോ മാതാപിതാക്കൾ, ഗുരു, ജ്ഞാനികൾ തുടങ്ങിയവരെയോ പുണ്യസ്ഥാനങ്ങളായിട്ട് കാണില്ല. അവരുടെ അടുത്ത് നിന്നാൽ തന്നെ ഈ സ്നാനത്തിൻ്റെ ഫലം കിട്ടുമെങ്കിലും അച്ഛനെയോ അമ്മയോ ആദരിക്കാത്തവൻ അങ്ങ് അകലെയുള്ള തീർത്ഥസ്ഥാനത്തിൽ പോയി മുങ്ങി കുളിക്കും, എന്നിട്ട് ശുദ്ധനായി എന്ന് കരുതും. ഇപ്പം തലമുടി ഭംഗിയായി ചീകി ഒതുക്കി വെക്കുന്നതാണ് സൗന്ദര്യം എന്ന് തീർച്ചപ്പെടുത്തും. അവരവരുടെ ഉപജീവനം സമ്പാദിക്കുന്നതാണ് പരമപുരുഷാർത്ഥം എന്നും കരുതും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന ചിന്തകളൊന്നും ഉണ്ടാവില്ല. പിന്നെ സത്യത്തെ നിശ്ചയിക്കുന്നത് പരവഞ്ചനാ സാമർഥ്യത്തെ ആശ്രയിച്ചാവും. യഥാർത്ഥ ഭാഷണാദികളെ നിസ്സാരമാക്കുന്ന സ്വഭാവം ഈ കലിയുഗത്തിൽ ഉണ്ടാകും എന്ന് അവിടെ ഏതാ പറയുന്നു. അങ്ങനെയുള്ള ആ ശ്ലോകങ്ങളോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ നമുക്ക് 7ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. ഹരേ കൃഷ്ണ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു
ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം.
ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.